ഡോക്ടർ എലിസബത്ത് ഉദയൻ അവർ ഒരുപാട് വീഡിയോസിലൂടെ അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്ന് സൊസൈറ്റിയിൽ പറഞ്ഞതിന് ശേഷവും ഒരു രീതിയിലും അതാരും നിയമപരമായിട്ട് വേറെ ആരും ഇത് ടേക്കപ്പ് ചെയ്യാൻ വരാത്തത് കൊണ്ട് അവർ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു. പിന്നെ അവർ തന്നെ നിയമപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തെങ്കിലും അവർക്ക് എന്ത് കിട്ടിയില്ല, ഒരു സപ്പോർട്ട് കിട്ടിയില്ല. എന്നെപ്പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോണ്ടന്റ് എടുത്ത് വെച്ചിട്ട് സൊസൈറ്റിയിൽ ഇതറിയാത്ത ആളുകളിലേക്കും കൂടി കൂടുതൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് അപ്ഡേറ്റ് എന്നല്ല, ഒരു വീഡിയോ കാര്യങ്ങളൊന്നും അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. റീസെൻ്റ്ലി അഹമ്മദാബാദിലുണ്ടായ ഒരു പ്ലെയിൻ ക്രാഷിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ എലിസബത്തിനെ കണ്ടതാണ്. അവർ മീഡിയാസിനോടൊക്കെ സംസാരിച്ച് അവരവരുടെ ലൈഫുമായിട്ട് അങ്ങനെ പോവുകയാണ്. ഇന്നലെ രാത്രി അവർ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. ഓക്കെ, ഇവരുടെ കണ്ടീഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ട്, 250 കോടിയുള്ള ആളാണ്, ഡോക്ടർ രോഗി ബന്ധമേ ഉള്ളൂ എന്ന്, എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദി അയാൾ, എലിസബത്ത് ഉദയൻ. ഓക്കെ, അപ്പോൾ ബാല എന്ന് പറഞ്ഞ ഫാക്ടറിനെ തന്നെയാണ് അവിടെ എലിസബത്ത് എടുത്തു പറയുന്നത്. ഫൈൻ. അപ്പോൾ നമുക്ക് നോക്കാം എലിസബത്തിൻ്റെ ആ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ ഒരാൾ ഇങ്ങനെ കിടന്ന് വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു അയ്യോ ഇവരെന്തൊരു കഷ്ടം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഇനി എന്തൊക്കെ തുറന്നു പറച്ചിൽ നടത്തിയാലും ലാസ്റ്റ് ആ തുറന്നു പറഞ്ഞ വ്യക്തി ഒരു ഭ്രാന്തുള്ള വട്ടുള്ള ഒരാളായിട്ട് മാറും. പൈസ ഉള്ള ഒരാൾ അപ്പുറത്തുള്ളപ്പോൾ ഇപ്പുറത്തുള്ള ഒരാൾക്ക് നീതി അത് നോക്കി നടന്നിട്ട് കാര്യമില്ല. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കേസാണ്. ഓക്കെ, ബിക്കോസ് കേസിനേക്കാൾ കൂടുതൽ വാല്യൂ കൗണ്ടർ കേസിന് വരുന്നൊരു ടൈമാണ് ഈ ഓപ്പോസിറ്റുള്ള ആളുടെ മണി മസിൽ പവർ ഉണ്ടെങ്കിൽ എന്നുള്ളത്. അതങ്ങനെയാണ്. എന്താണ് എലിസബത്ത് അല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ് കണ്ടത്, അതിനുശേഷം നോ റെസ്പോൺസ്. എന്താണെങ്കിലും സേഫായിട്ടിരിക്കട്ടെ. ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ ആരും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വരാതിരിക്കുക എന്നുള്ളത് മെയിൻ കാര്യം. ഇതിൽ ബാല എന്ന് പറഞ്ഞ വ്യക്തിയോടാണ്. ഓക്കെ, ഒരു ടൈമിൽ ഞാൻ ചേട്ടനെ പോലെ കണ്ടൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇത്രയും വേസ്റ്റ് ആക്കാതെ കാര്യങ്ങൾ വേണമെങ്കിൽ റിസോൾവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ ബാല എന്ന് പറഞ്ഞ വ്യക്തിയെ കൊണ്ട് പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇവർ കിടക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് കുറേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈ അഹമ്മദാബാദ് ആ പ്ലെയിൻ ക്രാഷിൻ്റെ സമയത്ത് ഡോക്ടർ ബി സേഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ പോസ്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിലൊക്കെ ഒരു ജെന്യൂനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലേഡിക്കെതിരെയുള്ള കൗണ്ടർ കേസും അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യത്തിൽ അത് റിസോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വഴിയാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളെപ്പോഴും സമാധാനത്തിനെ കുറിച്ചും സന്തോഷത്തിനെ കുറിച്ചും ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നൊരു വ്യക്തിയാണ്. അത് റിയലാണ്, അത് റിയൽ ആക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? റിയൽ ലൈഫിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ലേഡീനെ ഈ ഒരു അവസ്ഥയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. അവർ കംപ്ലീറ്റ്ലി ഔട്ടാണ്. അവരെ കണ്ടാലറിയാം, അവരുടെ സംസാരങ്ങളും അവരുടെ ഇതും കണ്ടിട്ട് ഇവർ സർവൈവലിന് ഇവർക്ക് ഭയങ്കര ഹാർഡാണ്. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവരെ മുന്നിലേക്ക് ഇനി ഇതേപോലെ സ്ട്രഗിളിങ്ങിന് വിടാതെ എന്താണോ കാര്യങ്ങൾ അതൊരു ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് പോരുന്നത്, ദാറ്റ് ലൈക്ക് അത് അവരോട് ചെയ്യുന്ന ഒരു ഇപ്പോൾ എഴുതിയിടുന്ന സംഗതിയേക്കാൾ കൂടുതൽ നിയമം എങ്ങനെയാണ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഒരു കാര്യമില്ല പറഞ്ഞിട്ട്. കാരണം മണി മസിൽ പവർ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ തന്നെയാണ്. അതുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ എന്തുള്ള സപ്പോർട്ട് കിട്ടുന്നത്. അതുള്ളവർക്കാവും ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുക, ആ സപ്പോർട്ട് സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവരുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇവർ എവിടെയോ, ഇത് ഞാൻ പറയുന്നത് ഇവരെ കുറ്റപ്പെടുത്തിയിട്ടല്ല, സ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഇവർ കൃത്യമായൊരു ട്രാക്കിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ എത്താൻ ഒന്ന് വഴുകിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, ആരാണ് ഇവർക്ക് നിയമോപദേശം കൊടുക്കുന്നത്, നിയമപരമായിട്ട് ഇവരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് അത് ചെയ്യുന്നവർക്കും എവിടെയോ എന്തൊക്കെയോ, കാരണം ഇവരുടെ കയ്യിൽ കുറേ സോളിഡായിട്ടുള്ള കാര്യങ്ങൾ, തെളിവുകൾ അല്ലെങ്കിൽ ഇവരനുഭവിച്ച പ്രശ്നങ്ങൾ അത് കൃത്യമായി പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവരുണ്ട്. പക്ഷെ അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിക്കാതെ ഒരു കൗണ്ടർ കേസിന് ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിൽ അത് ചിലപ്പോൾ കുറച്ച് പേരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ബട്ട് അതൊന്നും കോർട്ടിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് എവിടെയാണ് ഇവരുടെ ഈ ലീഗൽ സൈഡിന് എവിടെയോ ഒരു വീക്ക്നെസ് ഉണ്ട്. ആൻഡ് കുറച്ച് വഴുകും ചെയ്തു. സോഷ്യൽ മീഡിയ
ആരെങ്കിലും ടേക്കപ്പ്, അങ്ങനെ ആരും ടേക്കപ്പ് ചെയ്യില്ല. അത് ഞാൻ അന്ന് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലിസബത്ത് ഇങ്ങനെ പറയുമ്പോൾ ലീഗൽ സൈഡ് സ്ട്രോങ് ആക്കിയിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ വരാൻ. കാരണം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആകുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു ചെറിയ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് ഇനീഷ്യലി തോന്നിയിരുന്നു. മേ ബി അതുകൊണ്ടാണോ എന്നറിയില്ല. കാരണം അപ്പുറത്തുള്ള ആൾക്ക് എല്ലാം കിട്ടി, എന്തൊക്കെയാണ് എനിക്കെതിരെ വരാൻ പോകുന്ന അലിഗേഷൻസ്, അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ കൗണ്ടർ ചെയ്യണം എന്നുള്ളതൊക്കെ ഓൾറെഡി ഇവരിട്ട വീഡിയോസിലൂടെ അവർക്ക് മനസ്സിലാവുമ്പോൾ അത് ഈസിയാണ് ഓപ്പോസിറ്റുള്ള ആൾക്ക്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ ലീഗൽ സൈഡ് ഇവർക്ക് കുറേ ഉണ്ട്. ആ ടൈം ലൈനിനകത്ത് കുറേ തെളിവുകൾ വേണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഇതൊന്നും നടക്കില്ല. അപ്പോൾ അത് കോടതിയിൽ അതൊരു വേറെ രീതിയിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇതിനടിയിൽ കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ കമൻറ്റ്സ് ഞാനിവിടെ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം. നിങ്ങളിങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, പാണ്ഡ്യയുടെ കൂടെ പോകുമ്പോൾ ഓർക്കണം. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇങ്ങനെ കമൻ്റ് ഇടുന്നവർ. താങ്കൾ ഒരു ഡോക്ടർ തന്നെയാണോ? അതിനൊക്കെ ഒരു പരിഹാരമല്ല. ആ നാറിയ വഴി നല്ല ജീവിതം തുടങ്ങും. അതായത് ഇത് ലൈക്ക് അങ്ങനെയാണെന്നൊന്നും ഇവിടെ ആരും അവർ പറഞ്ഞിട്ടില്ല. നമുക്ക് അസ്യൂം ചെയ്യാനും ഗസ് ചെയ്യാനേ പറ്റൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ ഒരു ലൈഫിൻ്റെ സിറ്റുവേഷനിൽ ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് തോന്നാം, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എവിടെ നിന്നും ഒരു നീതിയും ലഭിക്കുന്നില്ല, ഒരു രീതിയിലും ഒരാളും ഹെൽപ്പ് ചെയ്യാനില്ല. ലൈഫ് മൊത്തം ഒരു സീറോയിൽ വന്നു നിന്ന് പിന്നെ ഒരു മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. ഇന്നലെ മിഞ്ഞാന്ന് വരെ അടിച്ചു പൊളിച്ച് നടന്നവർ ചിലപ്പോൾ ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാം. അപ്പോൾ അത് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം നമ്മളെ ചുറ്റും ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. എനിക്ക് തോന്നുന്നു എലിസബത്ത് അത് ചെയ്യണം ശരിക്കും. എലിസബത്തിൻ്റെ ചുറ്റും ഒരു പോസിറ്റീവ് ഒരു ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മേ ബി ഇന്ന് രക്ഷപ്പെടാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്ക്ഡായിപ്പോയി രാവിലെ ഈ ഒരു വീഡിയോ ഉണ്ടപ്പോൾ. കാരണം ഇത്രയും കാലം എലിസബത്ത് മുഖമൊന്നും കാണിക്കാതെ അവർക്ക് പറയാനുള്ളത് സ്ക്രീൻഷോട്ട്സൊക്കെ വെച്ച് പറഞ്ഞു പോകുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരെ കണ്ടിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരെത്തി, എന്താണ് അതിൻ്റെ കാരണം, നിയമപരമായിട്ടൊരു ഹെൽപ്പും കിട്ടാത്തതാണോ, അതോ ഇനി ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ത്രട്ടനിങ്ങോ കാര്യങ്ങളോ അവർക്ക് വന്നോ ഒന്നും അറിയില്ല. കാരണം ഇതിനിടയിൽ അവരൊരു വണ്ടിയിൽ ഒരു ബൈക്ക് കൊടുന്ന് കുത്തിച്ചിട്ടുള്ള ഒരു ചങ്ങാതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ഭാഗത്തുനിന്നും പല രീതിയിലുള്ള ത്രട്ടനിങ്ങും പേടിപ്പെടുത്തലുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ഹൂനോസ് അവരിതേപോലൊരു വീഡിയോ ഇട്ട് രാവിലെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ കൊണ്ടമാനം പ്രാവശ്യം വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു. ഇപ്പോഴേക്ക് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പ്രത്യേകിച്ചൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണെങ്കിലും ഒന്നും പറ്റാതിരിക്കട്ടെ. ഞാൻ പറയുന്നത് വീണ്ടും പറയുന്നു, എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അവർ ഈ സിറ്റുവേഷനിൽ സഫർ ചെയ്യാൻ പാടില്ല.